ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൗമ്യാസ് വേൾഡ്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വാൾ ഹാങ്ങിങ് ബാഗാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു ഐറ്റമാണ്. ഇതിൽ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ സൂചി, നൂല് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ എവിടെ വെച്ചാലും മറന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ സിസേഴ്സ്, പെന്ന്, അല്ലെങ്കിൽ ചെറിയ നോട്ട്ബുക്ക്, ഫോൺ നോട്ട്ബുക്കൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം പോലെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കീ ചെയിൻസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ബാഗാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യങ്ങളാണ്. അതായത് പഴയ ഹാങ്ങർ, പഴയ ക്ലോത്ത്സ് വെച്ച് നമുക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞുതരാം. യെല്ലോ ഫാബ്രിക്, അതായത് യെല്ലോ ഷോളിൻ്റെ പഴയ ഷോൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പീസ്. പിന്നെ സാരിയുടെ ബോർഡറാണ് ഈ ബ്ലാക്ക് ഫാബ്രിക്. അതൊരു വെർലി പെനി സാരി ഉണ്ടായിരുന്നു, അതിൻ്റെ ബോർഡറാണ് കട്ട് ചെയ്തത്. പഴയ സാരി ആയിരുന്നു അത്. ഇത് രണ്ടും വെച്ചിട്ട് കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നല്ലൊരു കോമ്പിനേഷൻ കിട്ടിയോണ്ട് ഞാനത് ഉദ്ദേശിച്ചത് ചെയ്യാമെന്ന്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളതാണ് പ്ലാസ്റ്റിക് ഷീറ്റ്. അതായത് നമ്മൾ ബുക്ക് റാപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് മതി നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഒരു പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഇതിനാവശ്യമാണ് പഴയ ഒരു ഹാങ്ങർ. ഇതിൻ്റെ പഴയൊരു ഹാങ്ങറായിരുന്നു, അത് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചു. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളതാണ് ത്രെഡ്. ബ്ലാക്കും യെല്ലോ ത്രെഡിങ് എടുത്തിട്ടുണ്ട്, ടേപ്പ്, പിന്നെ സിസറ്, ചോക്ക്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ്, മെയിൻ ആവശ്യമുള്ളത് ഒന്ന് ഫോമായി നിൽക്കാൻ വേണ്ടി ഒരു സ്പോഞ്ച് ഷീറ്റ് ഞാൻ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. സ്പോഞ്ച് ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷർട്ട് വാങ്ങിക്കുമ്പോൾ സ്പോഞ്ച് ഷീറ്റ് കിട്ടും, അതെടുക്കാം. അതിനാണ് നമുക്കത് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് യെല്ലോ ഫാബ്രിക് എങ്ങനെയാണ് മെഷർ ചെയ്തിട്ട് നമ്മൾ ബേസ് ശരിയാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനെ അയൺ ചെയ്ത് നീറ്റായി അയൺ ചെയ്തിട്ട് യെല്ലോ ഫാബ്രിക് വിഡ്ത്ത് വൈസായിട്ട് ഫോൾഡ് ചെയ്യുക. വീതിയിൽ ഡബിളായി ഫോൾഡ് ചെയ്യുക. അത് ഡബിളായി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കട്ടി കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. പിന്നെ നമുക്ക് ലെങ്ത്ത് ഞാൻ എടുത്തേക്കുന്നതിൽ 25 ഇഞ്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര നീളം വേണമെങ്കിൽ എടുക്കാം. ഞാൻ 25 ഇഞ്ച് നീളം എടുത്തുള്ളൂ, 13 ഇഞ്ച് വീതി. ഇത് ഒരു ബാക്ക് പോക്കറ്റിൻ്റെ ബേസാണ്. അപ്പോൾ 2 ഫാബ്രിക് പോക്കറ്റും ഒരു ട്രാൻസ്പെറൻറ്റ് പോക്കറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് ഞാൻ ലെങ്ത്തും വിഡ്ത്തും എടുത്തേക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് ബ്ലാക്ക് ഫാബ്രിക് വെച്ചിട്ട് പോക്കറ്റ് റെഡിയാക്കണം. അതിന് വേണ്ടി ഞാൻ ആ ബ്ലാക്ക് വെർലി പെയിൻറ്റിങ് വെച്ചിട്ട് വെർലി പെയിൻറ്റിങ്ങിൻ്റെ ഒരു ക്ലോത്ത് ഞാൻ കാണിച്ചു തന്നിരുന്നു. അതിൻ്റെ ഒരു പോക്കറ്റാണ് അത്. ഒരു 6 ഇഞ്ചിൻ്റെയും ഒരു 5 ഇഞ്ചിൻ്റെയും ഒരു ഫാബ്രിക് കട്ട് ചെയ്തിട്ട് പോക്കറ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ബ്ലാക്ക് ഫാബ്രിക് ഇതേപോലെ ഡബിളായി ഫോൾഡ് ചെയ്തിട്ട് അതിൽ ഒരു ലെങ്ത്ത് 6 ഇഞ്ചിൻ്റെ, വിഡ്ത്ത് 10 ഇഞ്ചിൻ്റെ വീതിയിൽ മെഷർ ചെയ്യാം. ഞാൻ വിഡ്ത്ത് 10 ഇഞ്ച് എടുത്തുള്ളൂ, കാരണം നമുക്ക് 2 സൈഡ് ഒരു ഭംഗിക്ക് വേണ്ടി 2 സൈഡ് യെല്ലോ ഫാബ്രിക് വിട്ടിട്ട് വേണം അതൊന്ന് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഫാബ്രിക് അത്യാവശ്യം വീതി എടുത്തിട്ടുണ്ട്, 10 ഇഞ്ച്. പിന്നെ ലെങ്ത്ത് 6 ഇഞ്ചും. നമുക്ക് അത്യാവശ്യം കൈ കയറുകയും ചെയ്യും, നമുക്കൊരു പോക്കറ്റ് അത്യാവശ്യം വീതി കിട്ടുകയും ചെയ്യും. ആ രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 പോക്കറ്റും എടുത്തു, 6 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിൻ്റെയും വീതി 10 ഇഞ്ചിൻ്റെ വെച്ചിട്ട്. പോക്കറ്റ്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഡബിളായി ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തു. ഇതിൽ 2 പോക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് 6 ഇഞ്ചിൻ്റെയും ഒരു 5 ഇഞ്ചിൻ്റെയും. പിന്നെ ഒന്ന് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതും വിഡ്ത്ത് കുറച്ച് കൂട്ടിയെടുത്തൊക്കെയാണ്, ഞാനൊരു 12 ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി ഞാൻ കറക്റ്റാണോ ഇല്ലയെന്ന്. വെച്ചതിന് ശേഷമാണ് നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കാണേണ്ടത് ഹാങ്ങറാണ് എങ്ങനെ വെക്കേണ്ടതെന്ന്. ഹാങ്ങറും ജസ്റ്റ് ഞാൻ ബാക്കിലേക്ക് മെഷർ ചെയ്തിട്ട് വെക്കാൻ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് വെച്ചു. അത് 2 സൈഡ് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് റഫായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്റ്റ് സൈഡ് 2 സൈഡ് ഫോൾഡ് ചെയ്തിട്ട് മെഷർ ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് റഫായിട്ട് ഫോൾഡ് ചെയ്തു, അതേപോലെ കട്ട് ചെയ്തു. കാരണം നമുക്കിതിൽ വേറൊരു പോക്കറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തേ ഉള്ളൂ, വേറെ മെഷറൊന്നും ചെയ്ത് നോക്കിയില്ല. നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് 2 സൈഡും. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് ഞാൻ 2 സൈഡിൽ നിന്ന് ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ രണ്ടാമത് ഇത് മെഷർമെൻ്റ് എടുക്കും. ഈ ഹാങ്ങറിനെ എങ്ങനെയാണ് ഇത് ബാക്കിലേക്ക് പോക്കറ്റ് അടിക്കുന്നൊരു മെഷർമെൻറ്റ് വേണം. അതിനാദ്യം സെൻറ്ററിൽ നിന്ന് നമുക്ക് ലെങ്ത്ത് വൈസ് എത്രയാണ് വേണ്ടത് നീളം, അതിനാദ്യം ഹാങ്ങർ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ലെങ്ത്ത് എത്രയാണ് വേണ്ടത് നമുക്ക് നോക്കാം. അതൊരു 5 ഇഞ്ച് 6 ഇഞ്ച് 5.5 ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാം. അത്രയും വേണ്ടു പോക്കറ്റ് ഒന്ന് കവർ ചെയ്ത് കിട്ടാൻ, ഹാങ്ങറൊന്ന് കവർ ചെയ്ത് കിട്ടാൻ. വീട്ടിൽ നമ്മൾ നേരത്തെ എടുത്ത പോലെ 13 ഇഞ്ച് ഇത്രയും നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിങ്ങനെ മെഷർമെൻറ്റ് ചെയ്തിട്ട് ഇനി ഞാൻ അങ്ങനെ എക്സ്ട്രാ സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തു. 13 ഇഞ്ച് വീതിയിൽ ലെങ്ത്ത് 5 ഇഞ്ച് വെച്ചിട്ട് ഇനി അതിൻ്റെ മുകളത്തെ ഭാഗം ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഈ ഫാബ്രിക്കിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെയാണ് തുണി നമ്മൾ വെക്കേണ്ടത്. നല്ല വശത്ത് വെച്ചിട്ട് 2 സൈഡ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. അടിവശം ഒന്ന് മടക്കി അടിക്കാം. പിന്നെ നെക്ക് പോർഷൻ്റെ അവിടെ നമ്മൾ അടിക്കില്ല, കാരണം ഹാങ്ങർ അതിന് പുറത്തേക്ക് എടുക്കാനുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഹാങ്ങർ അതിനുള്ളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി ഞാൻ സ്പോഞ്ചിൻ്റെ എങ്ങനെയാണ് അതിലേക്ക് ഡിസൈൻ വരയ്ക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആദ്യം നമുക്കിത് ഫോം ഷീറ്റ് പോലെ ഫോമായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 മടക്കിയതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിത് സ്പോഞ്ച് ആദ്യം സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നീറ്റാക്കി എടുത്ത് സ്പോഞ്ചൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ട് എക്സ്ട്രാ വരുന്ന സ്പോഞ്ചിനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് എക്സ്ട്രാ ലെങ്ത്ത്. ഇനി ഇത് 4 പുറം ആദ്യം തയ്ച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് അതിനുള്ളിൽ ഡിസൈൻ പോലെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. സ്പോഞ്ച് സെറ്റ് ചെയ്തു. ഇനി 4 പുറം ഇങ്ങനെ തയ്ച്ചെടുക്കണം. 4 തയ്ച്ചതിന് ശേഷം നമ്മളിത് ഡയഗ്രം ഷേപ്പിൽ ആദ്യം സ്കെയിലും ചോക്ക് വെച്ച് വരയ്ക്കും. ഇപ്പോൾ ഞാനത് സ്കെയിലും ചോക്ക് വെച്ച് ഇതുപോലെ ഡയമണ്ട് ഷേപ്പിലായിട്ട് വരച്ചെടുത്തു, ചെക്കായിട്ട് വരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നേരത്തെ നമ്മൾ വരച്ച ലൈനിൽ കൂടെ തന്നെ ക്രോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരാം. അതേപോലെ തന്നെ ഫുൾ ഫാബ്രിക്കിൽ ഡിസൈൻ വരച്ച പോലെ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് വേറെ ഏത് ഡിസൈൻ വേണം നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ജസ്റ്റ് ക്രോസ് ചെയ്ത് ഡയമണ്ട് ഷേപ്പ് എടുത്തതാണ് മാത്രം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. തയ്ച്ച് വന്നപ്പോൾ 4 പുറം തയ്ച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലൈനിൻ്റെ മുകളിൽ കൂടെ തയ്ച്ചെടുത്ത് ഡിസൈനാണത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് എടുക്കാം. ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തത് മാത്രം. ഇനി ബാക്കിൽ ഹാങ് ചെയ്യുന്നത് ഹാങ്ങർ ഞാൻ തയ്ച്ചതാണത്. അടിയിൽ വശം ഞാൻ ഫോൾഡ് ചെയ്തടിച്ചു. 2 സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നല്ല വശത്ത് വെച്ച് തയ്ച്ചതാണ്. ഇനി ഇത് മറച്ചിട്ടിട്ട് എങ്ങനെയാണ് ഇത് കാണിച്ചു തരാം. ഇങ്ങനെ ഇതിങ്ങനെ തയ്ച്ച് കഴിഞ്ഞു. ഇനി ഇത് നല്ല വശത്തുനിന്ന് ബാക്ക് സൈഡിലേക്ക് മറിച്ചിടുന്നതാണ് കാണിക്കുന്നത്. നന്നായി ടൈറ്റ് ചെയ്ത് വലിച്ചെടുത്തിട്ട് കോർണേഴ്സൊക്കെ കറക്റ്റ് ചെയ്ത് എടുത്തിട്ട് വേണം മറിച്ചെടുക്കാൻ. എന്നാലും മറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഹാങ്ങർ എങ്ങനെയാണ് അതിൽ ഇടുന്നത് കാണിച്ചു തരാം.
ആദ്യം അതിൻ്റെ ഓപ്പൺ സൈഡാണ് ഫസ്റ്റ് കയറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് ഫുള്ളായിട്ട് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് സ്റ്റിഫായി നിൽക്കുള്ളൂ. അതെ, ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഹാങ് ചെയ്യുമ്പോൾ ഹാങ്ങറിൻ്റെ അവിടേക്ക് നല്ല സ്റ്റിഫായി നിൽക്കും. ഇനി നമുക്ക് പോക്കറ്റ് എങ്ങനെ തയ്ക്കേണ്ടതെന്ന് നോക്കാം. ഇത് പൊട്ടവശം എടുത്തിട്ട് നമുക്ക് 2 സൈഡാണ് തയ്ക്കേണ്ടത്. കാരണം ഫോൾഡിങ് ആണ് 1 സൈഡ്. അപ്പോൾ 2 സൈഡ് മാത്രം നമുക്ക് തയ്ക്കേണ്ട ആവശ്യമില്ല. അടിവശം ഒരു സൈഡ് വശം, അങ്ങനെ 2 പോക്കറ്റ് അങ്ങനെ റെഡിയാക്കുക. പിന്നെ വരുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 4 പുറം നമുക്ക് പൈപ്പിംഗ് വരെ ഈ ക്ലോത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പുറം പോക്കറ്റ് റെഡിയാക്കുന്നതാണ്. 2 സൈഡ് അടിക്കുക. 2 സൈഡും അതുപോലെ താഴെ അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് വേണം നമുക്ക് മറിച്ചെടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്കത് മറിച്ചെടുക്കാം. ഇതിൻ്റെ എഡ്ജസ് ഇങ്ങനെ കറക്റ്റ് പോയിൻറ്റഡ് ആക്കി സിസർ വെച്ചിട്ട് പോയിൻ്റ് ചെയ്തിട്ട് 4 പുറം ക്ലിയർ ചെയ്തെടുക്കുക. എന്നിട്ട് വേണം പതിച്ചടിക്കാൻ. പിന്നെ മുകൾ വശം നമുക്ക് ഡബിളായി ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി പ്ലാസ്റ്റിക് ഷീറ്റ് ഞാൻ ഇതേപോലെ പൈപ്പിംഗ് പോലെ ചെയ്ത് കൊടുത്ത് 4 തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കിനി ബേസിലേക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇനി ബേസിൻ്റെ സൈഡ് 4 പുറമായിട്ട് നമുക്ക് പൈപ്പിംഗ് പോലെ ഈ ഒരു ഫാബ്രിക് കൊടുത്ത് അടിക്കാം. ഫസ്റ്റ് അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോക്കറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിത് 4 പുറം അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിന് മുകളിൽ നമ്മൾ പോക്കറ്റ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഓരോ പോക്കറ്റ് ഇതുപോലെ തന്നെ യെല്ലോ ഫാബ്രിക്കിന് മുകളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് അടിച്ചു കൊടുക്കുക. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ 4 പുറം ഇതേപോലെ തന്നെ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ പോക്കറ്റും 2 പോക്കറ്റും വെച്ച് കഴിഞ്ഞു, ട്രാൻസ്പെറൻറ്റ് ഷീറ്റും വെച്ച് കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ലുക്ക്. ഇനി ഇതിന് കുറച്ച് ഡെക്കറേഷൻ്റെ പണിയുണ്ട്. അതായത് നമുക്കിത് സിമ്പിൾ ലുക്കാണ്. ഇനി ഒന്ന് അട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ ഫാബ്രിക് തന്നെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഡയമണ്ട് വില സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട്. ഇങ്ങനെ ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്ത് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. റിവേഴ്സിൽ ഗം പേസ്റ്റ് ചെയ്തിട്ട് നല്ല വശത്ത് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഹാങ്ങറിൻ്റെ നെക്ക് പോർഷനിലേക്ക് പോവാം. അവിടെ നമ്മുടെ പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഹാങ്ങറിന്. അതിനും ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടി ആദ്യം ഗം പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഫാബ്രിക് ഒന്ന് ചുറ്റി കൊടുക്കാം.
ലാസ്റ്റ് എത്തുമ്പോൾ ഒന്ന് ഗമ്മ് പേസ്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്ത് എക്സ്ട്രാ ഫാബ്രിക്സ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇപ്പം നമ്മുടെ നെക്ക് പോർഷൻ്റെ അവിടെ പിങ്ക് ഷെയ്ഡ് കാണാണ്ടല്ലോ, അവിടെയൊക്കെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് താഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഭംഗി വരുത്താൻ വേണ്ടി നമ്മുടെ ഷർട്ടർ നൂലുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് വുളൻ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഒരു ടെസൽസ് പോലെ തൂക്കിലുണ്ടാക്കാം. ഇതിന് സെൻറ്റർ പോർഷൻ നീളം വെച്ചിട്ട് 2 സൈഡ് ചെറുതാക്കി ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ഇങ്ങനെയാണ് മഞ്ഞ നൂല് തൂക്കുന്നത്. സെൻട്രൽ ലെങ്ത്ത് കൂടിയിട്ട് 2 സൈഡ് കുറച്ചിട്ട്. ഇനി നമുക്ക് ബ്ലാക്ക് ടെസൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഈ മുട്ടുസൂചിയുടെ ബോക്സ് എൻ്റെ അടുത്തുണ്ടായിരുന്നു, അതിൻ്റെ ചുറ്റും ഇങ്ങനെ 15 വട്ടം ചുറ്റിയെടുത്തിട്ടാണ് ടെസൽസ് ഉണ്ടാക്കിക്കുന്നത്. ഈ ടെസൽസ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കത് സെൻറ്റർ ഭാഗം കെട്ടി കൊടുത്തിട്ട് നമുക്ക് ഓരോന്നിൻ്റെ അടിയിൽ തൂക്കിയിടാം. ഇനി ഇങ്ങനെയാണ് മഞ്ഞ നൂലിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ടെസൽസ് കെട്ടി കൊടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ വാൾ ഹാങ്ങിങ് പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ടെസൽസ് എല്ലാം കെട്ടി നല്ല ഭംഗിയിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എവിടെ വേണമെങ്കിൽ തൂക്കാം. കുട്ടികളുടെ സ്റ്റഡി റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെ ഇരിക്കുന്ന സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് തൂക്കാം.
നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് പെട്ടെന്ന് മറന്നു പോകുന്ന ഐറ്റംസൊക്കെ നമുക്കിതിൽ ഹാങ് ചെയ്യാം. ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നമുക്ക് നീഡിൽസ് ഇട്ട് വയ്ക്കാം. നീഡിൽസോ അല്ലെങ്കിൽ ഇഞ്ച് ടേപ്പ്, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന സാധനമാണ്. പെട്ടെന്ന് എവിടെ നിന്ന് തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാവുമ്പോൾ നമുക്കത് കാണുകയും ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ ചെറിയ ചെറിയ ഫോൺ ബുക്സൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാതെ വെക്കുന്നുണ്ട്, അത് വെക്കാം. കുട്ടികളിൽ നിന്ന് പേടിച്ച് കത്രികയൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാം. കാരണം കുട്ടികൾ അതെടുത്തിട്ട് കളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനു വേണ്ടി സേഫ് ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു വാൾ ഹാങ്ങിങ് പോക്കറ്റ്സ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.